Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OnePlus ന്റെ ഏറ്റവും പുതിയ ഡിവൈസ് ഇറങ്ങുന്നതിനെ കുറിച്ചാണ്. അതിന്റെ പേരാണ് OnePlus Z. അപ്പോൾ OnePlus 8 സീരീസ് ഇറങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു റൂമർ വന്നിരുന്നു OnePlus Z, അതായത് കുറച്ചും കൂടെ ഒരു അഫോർഡബിൾ സെഗ്മെൻറ്റിൽ OnePlus ഒരു സ്മാർട്ട് ഫോൺ ഇറക്കും എന്നുള്ളത് ഒരു റൂമർ ഉണ്ടായിരുന്നു. എങ്കിലും OnePlus 8 സീരീസ് ഇറക്കിയപ്പോൾ OnePlus 8ഉം OnePlus 8 Pro മാത്രമേ ലോഞ്ച് ചെയ്തുള്ളൂ. പിന്നെ അതുകൂടാണ്ട് തന്നെ ബുള്ളറ്റ് വയർലെസ് Z എന്ന് പറഞ്ഞ ഒരു ഇയർഫോണും ലോഞ്ച് ചെയ്തായിരുന്നു. അതിൻ്റെ കവറേജ് ഒക്കെ നമ്മൾ ഈ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ OnePlus 8ൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 41,990 അതായത് 42,000 രൂപയാണ്. 42,000 പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6GB റാമിന്. അപ്പോൾ അന്നേ റൂമർ ഉണ്ടായിരുന്നു വെച്ചാൽ OnePlus കുറേയും കൂടി ഒരു അഫോർഡബിൾ സെഗ്മെന്റിലേക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ ഇറക്കുന്നുള്ളതായിരുന്നു. അതാണ് OnePlus Z, അതായത് പുതിയ ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺ ഇറക്കുന്നുള്ളതാണ് പുതിയ റൂമർ. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലിയറർ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുകൂടാണ്ട് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു OnePlus Z. അപ്പോൾ ഇതൊരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണാണ്, പക്ഷേ നല്ല ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ലീക്ഡ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺഫേംഡ് ആണോ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ജൂലൈ 10 ആയിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു റൂമർ. ജൂലൈ 10 അത് അനൗൺസ് ചെയ്യുന്നതാണ് OnePlus. അതുകൂടാണ്ട് തന്നെ OnePlusൻ്റെ ഒരു പുതിയ ടി വിയും കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ OnePlusൻ്റെ പുതിയ ടി വി 20,000 രൂപയ്ക്ക് താഴെയാണ് വരുന്നത്. അതും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ്. കാരണം മുമ്പത്തെ OnePlus ടി വി എല്ലാം വളരെ പ്രൈസ് കൂടുതലായിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 70,000-80,000 1 lakhന് എബോ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് ടി വിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ OnePlus Zയിലോട്ട് വരാം. OnePlus Zൻ്റെ റൂമേർഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്നത് ഒരു 6.55 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ ആണ്, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ OnePlusൻ്റെ ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോൺസിലും 90 Hz റിഫ്രഷ് റേറ്റ് ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൽ പവർ ചെയ്യുന്നത് ക്വാൾകോമിൻ്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റായ സ്നാപ്ഡ്രാഗൺ 765 ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം 800 സീരീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പവർഫുൾ സീരീസാണ് 700 സീരീസ്. അപ്പോൾ അതിൽ പല സീരീസ് ഉണ്ട്, 730, 720G ഒക്കെ ഉണ്ട്. അതിലും മുകളിലാണ് നിൽക്കുന്നത് സ്നാപ്ഡ്രാഗൺ 765 പ്രോസസ്സർ. അത് 5G എനേബിൾഡ് ചിപ്സെറ്റ് കൂടിയാണ്. അപ്പോൾ ഇതിൽ OnePlus Zയിൽ നമുക്ക് 5G സപ്പോർട്ടും കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം. കാരണം 765-ൽ 5G സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 64 മെഗാപിക്സൽ റിയർ ക്യാമറയാണ്. അപ്പോൾ സെൻസർ ഏതാണെന്നൊന്നും ഡീറ്റെയിൽസ് അറിയില്ല. എങ്കിലും 64 മെഗാപിക്സൽ ക്യാമറ, 16 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 2 മെഗാപിക്സൽ സെൻസർ, അങ്ങനെ ട്രിപ്പിൾ ക്യാമറയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച് വരുന്നത്. അത് ഏതൊക്കെ സെൻസർ ആണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല. പിന്നെ 6GB ഓഫ് റാം ആയിരിക്കും ഡിഫോൾട്ട് വേരിയൻറ്റും, 120GB സ്റ്റോറേജും ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4300 mAh കപ്പാസിറ്റി ബാറ്ററി, അതായത് OnePlus 8ൽ വരുന്ന അതേ കപ്പാസിറ്റി തന്നെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 30W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്, വാർപ്പ് ചാർജിങ് ആയിരിക്കും നമ്മൾ ഒരു ഗസ് ചെയ്യുന്നു. അല്ലെങ്കിൽ OnePlusൻ്റെ സ്റ്റാൻഡേർഡ് 30W ചാർജിങ്ങും ആയിരിക്കാം. പക്ഷേ എങ്കിലും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ഉണ്ട് 30W. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിൻ്റെ പ്രൈസിങ് ആണ്. 24,990 ഇതിൻ്റെ ഇപ്പോഴത്തെ റൂമേർഡ് പ്രൈസിങ്. അതായത് 25,000 റുപ്പീസിനാണ് OnePlus ഈ ഫോൺ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ OnePlusൻ്റെ നമുക്കറിയാം ഒരു പ്രീമിയം ബ്രാൻഡാണ്, പ്രീമിയം ഫോൺസാണ് അവർ ഇറക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25,000 ഇതൊരു സ്റ്റീൽ ഡീലായിരിക്കും എന്നാണ് നമ്മളൊരു കരുതുന്നത്. പിന്നെ നമുക്കറിയാം Oxygen OS ആയിരിക്കും, Android 10 ആണ്. അപ്പോൾ Oxygen OS വളരെ ഒരു സ്മൂത്ത്, അല്ലെങ്കിൽ വളരെ ബട്ടർ സ്മൂത്ത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന, വിശേഷിപ്പിക്കാവുന്ന ഒരു UI ആണ്. അതും കൂടി ഇതിനകത്ത് വരുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് പാക്കേജാന്ന് പറയുക. ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 28-25 കാര്യമായ ഫോൺസ് എല്ലാം ഓപ്പോ അല്ലെങ്കിൽ വിവോ ആണ്. പിന്നെ സാംസങ്ങിൻ്റെ A സീരീസ് ആണ്, അതെല്ലാം നമ്മൾ A71 ഒക്കെ വരുന്നത്, അതെല്ലാം വളരെ ഓവർ പ്രൈസ്ഡ് ആണ്. A51, A71 ഒക്കെ വളരെ ഓവർ പ്രൈസ് സ്മാർട്ട് ഫോൺസ് ആണ്. ആ കാറ്റഗറിയിലോട്ടാണ് നമ്മൾ ഈ OnePlus Z വരുന്നത്. പ്രൈസിങ് നമുക്ക് കൺഫേംഡ് അല്ല, 25,000 ഒരു റൂമേർഡ് പ്രൈസിങ് ആണ്. എങ്കിലും 30,000-ന് താഴെ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഇത്. കാരണം 30-ന് മുകളിൽ പോയാൽ സ്നാപ്ഡ്രാഗൺ 765 അത്ര ഒരു പോപ്പുലർ ആയിക്കോളുന്നില്ല. കാരണം ഇപ്പോൾ 34-നൊക്കെ 865 IQ3 വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 25,000 ആയിരിക്കും എന്നാണ് റൂമേഴ്സ് പറയുന്നത്. അപ്പോൾ ആ പ്രൈസിങ്ങിൽ തീർച്ചയായിട്ടും ഇതൊരു വേർത്തി ഡിവൈസ് ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു ഗസ്. അപ്പോൾ ജൂലൈ 10 നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം.
അപ്പോൾ നമുക്ക് ഡിവൈസ് കിട്ടുമ്പോൾ നമ്മൾ അൺബോക്സിങ്ങും ഡീറ്റെയിൽ റിവ്യൂസ് എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഇതായിരുന്നു റൂമേർഡ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു മിഡ് റേഞ്ച് കാറ്റഗറിയിൽ വെയിറ്റ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണെന്ന് പറയാം. കാരണം ഇപ്പോൾ നമ്മളൊരു 30,000 താഴെയുള്ള ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജൂലൈ 10 വരെ ആ പ്ലാൻ മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം OnePlusൻ്റെ ഫോൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു OnePlus Zൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. സോ അണ്ടിൽ നെക്സ്റ്റ് ടൈം, ഹാവ് എ ഗ്രേറ്റ് ഡേ.